നമസ്കാരം. നാട്ടുരാജ്യം ന്യൂസിലേക്ക് സ്വാഗതം. കുമാരമംഗലം വാർത്തകൾ. കുമാരമംഗലം പഞ്ചായത്ത് ഓഫീസിനും വില്ലേജ് ഓഫീസിനും സമീപം കൊച്ചേരിയിൽ പ്രമോദ് നെൽപ്പാടം കയ്യേറി മതിൽ കെട്ടിയെടുത്തത് വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും വാർഡ് മെമ്പർ സുമേഷിൻ്റെ നേതൃത്വത്തിൽ വന്ന് സ്ഥിതിഗതികൾ കണ്ട് ബോധ്യപ്പെട്ട് നെൽപ്പാടത്തിൻ്റെ തോട് കയ്യേറി കരിങ്കൽ ഭിത്തി കെട്ടിയതിനെതിരെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തി താക്കീത് കൊടുത്തു. കണ്ടത്തിലേക്ക് ഇറങ്ങും. കൃഷി ചെയ്യുക. കുമാരമംഗലം കൃഷി ഓഫീസർ റഷീദ് അമരം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താൻ വില്ലേജ് ഓഫീസറെയും വിളിച്ചു വരുത്തി. അവിടുത്തെ കെട്ട് മോശമായിരുന്നു. അവിടുന്ന് വെള്ളം കയറുന്നതുകൊണ്ടാണ് കൃഷി നിർത്തിയിട്ടേക്കുക. അപ്പോൾ ഈ കോലത്തിൽ കാടും പുറത്തായി. മൈനർ ഇറിഗേഷനിൽ നിന്ന് 50 ലക്ഷം രൂപ ഫണ്ട് കൊണ്ടുവന്ന് റോഡിൻ്റെ 2 കരം കെട്ടിയത് അവിടെ ചിക്കിടാവ് സ്ഥാപിച്ചത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴെയൊക്കെ കൃഷി ചെയ്ത് തുടങ്ങി നമ്മൾ. അപ്പോൾ ഇത് കൃഷിയോഗ്യമാക്കാനായിട്ട് കഴിയുമ്പോഴത്തേക്കും നടുത്തോടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വല്ല വെള്ളമായിരുന്നു. ഈ വെള്ളം ഇനിയിപ്പോൾ വീണ്ടും തോട്ടിലേക്ക് കയറും. ഇത് മൊത്തം കെട്ടി കിടക്കും. കരിങ്കല്ല് കെട്ടി മൊത്തം അടച്ചേക്കുക. ഈ തോട് അപ്പുറത്തോടെ ഉണ്ടായിരുന്നു. ഈ തോട് നടുക്കൂടെ പോകുന്നത്. നടുക്കൂടെ ഇതിനോടൊന്നും വെള്ളം കെട്ടി വിടാൻ വേണ്ടിയിട്ടുള്ള ഇത് നമുക്ക് അപ്പുറം വരുമ്പോഴാണ്. തോട് കയ്യേറി മതിൽ കെട്ടിയിരിക്കുന്നതും നെൽപ്പാടും നികത്തുന്നതുമായിട്ട് പൂർണ്ണമായ വിശ്വാസം ഉറപ്പുവരുത്തിയ ശേഷം മെമ്പറുടെ പിന്തുണയോടെ കർശനമായ നിയമ നടപടികൾക്ക് തുടക്കം ഇടുമെന്ന് സ്ഥലമുടമസ്ഥനെ ബോധ്യപ്പെടുത്തിയ ശേഷം വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും കർശനമായ നിയമ വ്യവസ്ഥകൾ അനുസരിച്ച് നിയമ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതിനു മുമ്പ് തന്നെ സ്ഥലമുടമസ്ഥനായ പ്രമോദ് കൊച്ചേരിയിൽ കയ്യേറിയിരിക്കുന്ന മതിൽ സ്വയം പൊളിച്ചു മാറ്റിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്തു. നാട്ടുരാജ്യം ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തു നിന്നും കെ വിജയൻ.